കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഉയർന്നു വന്നിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ലൈംഗിക പീഡനാരോപണങ്ങളും പരാതികളും നേരിടുന്ന പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തടി തപ്പുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് എം.എൽ.എ. സ്ഥാനത്തു നിന്നും മാറ്റാതെ ഒരു ലൈംഗിക മനോരോഗിയെ കോൺഗ്രസ് ഒപ്പം നിർത്തിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ധൈര്യപ്പെടാത്ത നടപടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. ശരിയാണ്, ജനങ്ങളോട് പ്രതിബദ്ധതയും രാഷ്ട്രീയ ധാർമ്മികതയുമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെയൊരു നേതാവിനെ ഉൾക്കൊള്ളില്ല. ഇക്കാര്യത്തിൽ സതീശനെ പോലുള്ളവരുടെ ധൈര്യത്തെ അംഗീകരിച്ചു കൊടുത്തേ തീരൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുയർന്ന സമയം മുതൽ വി.ഡി. സതീശൻ ഞെരിപിരി കൊള്ളുകയായിരുന്നു. തനിക്കടുത്തറിയാവുന്ന പാർട്ടിക്കാരി തന്നെയായ ഒരു യുവതി പരസ്യമായി പരാതിപ്പെട്ടിട്ടും രാഹുലിനെ ന്യായീകരിക്കുകയാണ് സതീശൻ ചെയ്തത്. മെസ്സേജ് അല്ലേ അയച്ചത്, മിസൈലൊന്നുമല്ലല്ലോ എന്ന മട്ടിലായിരുന്നു സതീശന്റെ പ്രതികരണം. ഇതിനൊരാളെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഈ ഒറ്റ പ്രതികരണത്തിൽ നിന്ന് തന്നെ സതീശൻ ആർക്കൊപ്പമാണെന്ന് വ്യക്തമായിരുന്നു. ഇതിനുശേഷം ഗുരുതരമായ നിരവധി വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നു. പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി. ഇതോടെ പല കോൺഗ്രസ് നേതാക്കളും, പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കണമെന്ന ആവശ്യം ഉയർത്തി. അപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്ത്രപരമായ നിലപാടെടുത്തു. മുഖം നോക്കാതെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടാണ് ഗുരുതരമായ സ്വഭാവ വൈകല്യമുള്ള ഒരാളെ ജനപ്രതിനിധിയായി തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ വേണ്ടെന്ന നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ നിശബ്ദരായതെന്നും ആരാണിവരെ അതിന് പ്രേരിപ്പിച്ചതെന്നും ജനങ്ങൾ ചിന്തിക്കാതിരിക്കില്ല. എം.എൽ.എ. സ്ഥാനത്തിന്റെ കാര്യത്തിൽ തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും നടപടി എടുത്താൽ പലരുടെയും തനിനിറം വെളിപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരിക്കാം. അതിനുള്ള രഹസ്യങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്ന് ഈ നേതാക്കളെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറിയിച്ചിരിക്കാം. ഇതിന്റെ അനന്തരഫലമാണ് രാഹുലിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്തവരെ ഭീഷണിപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ നടപടി അങ്ങേയറ്റം മോശകരമാണ്. തെറ്റ് ചെയ്തവർ മറ്റുള്ളവരാണെന്ന അഭിനയ പാടവമാണ് ഈ നേതാവ് പുറത്തെടുക്കുന്നത്. ഇക്കാര്യത്തിൽ രാഹുലിനേക്കാൾ മെയ്വഴക്കം തനിക്കാണെന്ന് സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന CPM-ലെയും ഇടതുമുന്നണിയിലെയും നേതാക്കൾക്ക്, ജനപ്രതിനിധികൾക്കും എതിരെ നടപടി ഉണ്ടായില്ലല്ലോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ജനങ്ങൾക്കറിയാം. രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല സദാചാര പ്രശ്നങ്ങളിലും ഇവർ ഒത്തുകളിക്കുകയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ജയിക്കാൻ സാധ്യതയില്ലെന്നും കോൺഗ്രസിനും CPM-നും നന്നായി അറിയാം. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത്. ഇവർ കൊട്ടിഘോഷിക്കുന്ന ധാർമ്മിക ബോധവും രാഷ്ട്രീയ സദാചാരവും വെറും തട്ടിപ്പാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്തൊക്കെ കസർത്ത് കാണിച്ചാലും ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന M.L.A. തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്. അതിനുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ നേതാവിൻ്റെയും ജനപ്രതിനിധിയുടെയും വേഷം ധരിച്ച ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിനെയും അയാളെ സംരക്ഷിക്കുന്നവരെയും ജനങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല.